حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة خلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ പ്രവാചകന്മാരുടെയും സമുദായങ്ങളിൽ നിന്നും ഏറ്റവും ഉത്തമരായ സമുദായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ പറ്റിയാണ്. അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ സമുദായത്തെ പറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സമൂഹം എന്നാണ് നമ്മൾ അടങ്ങുന്ന ഈ സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജതു ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മൂന്നാമത്തെ സൂറത്ത്, പരിശുദ്ധ ഖുർആനിന്റെ മൂന്നാമത്തെ സൂറത്ത് സൂറത്തു ആലു ഇമ്രാനാണ്. അതിന്റെ 110 ആയത്താണ്. അല്ലാഹു തആല പറയാണ്, കുൻതും ഖൈറ ഉമ്മത്തുൻ ഉഖ്രിജതു ലിന്നാസ്, മനുഷ്യ വംശത്തിന് വേണ്ടി തന്നെ രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. ഏറ്റവും നല്ല സമുദായമാണ്, ഉത്തമരായ ഒരു സമൂഹമാണ് നിങ്ങൾ. അതിന് അല്ലാഹു തആല പ്രയോഗിച്ച പ്രയോഗം ഖൈറു ഉമ്മത്ത്, ഏറ്റവും നല്ല സമുദായം. എന്തുകൊണ്ടാണ് അവർ ഖൈറു ഉമ്മത്താണ് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്? ഉഖ്രിജതു ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ചില കണ്ടീഷനുകളോട് കൂടി, ചില നിബന്ധനകളോട് കൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായ നമ്മളടങ്ങുന്ന ആ സമൂഹത്തെ പറ്റി ഖൈറു ഉമ്മത്ത്, ഏറ്റവും നല്ല സമുദായം, ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും നല്ല വിഭാഗം, ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത്. അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ ചില മാനദണ്ഡങ്ങൾ, ചില നിബന്ധനകൾ അല്ലാഹു തആല അവിടെ വെച്ച് തന്നിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അതേ അധ്യായത്തിൽ തന്നെ, അതേ സൂറത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഒന്നുകൂടി വിശദമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മൂന്നാമത്തെ സൂറത്ത് ആലു ഇമ്രാനിലെ തന്നെ 104 ആയത്തിൽ. ഈ 2 ആയത്തുകളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഒന്ന്, ഖുർആനിന്റെ മൂന്നാമത്തെ സൂറത്ത് ആലു ഇമ്രാനിന്റെ 104 ആയത്ത്. ഞാനിപ്പോ ഇവിടെ ഓതി കേൾപ്പിച്ച ആയത്ത് മൂന്നാമത്തെ സൂറത്ത് ആലു ഇമ്രാനിന്റെ 110 ആയത്ത്. 104 ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരലോകത്ത്, പാരത്രിക ലോകത്ത് വിജയിക്കുന്നവരായ ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയാൻ. ആരാണ് പരലോകത്ത് വിജയിക്കുന്നവർ?
ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവർ എന്ന് അല്ലാഹു തആല പറയാണ്. അത് ആരെ പറ്റിയാണ്? വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ, ഒരു വിഭാഗം ഉണ്ടായിക്കൊള്ളട്ടെ. യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയും തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ, അവരെത്രേ വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ അള്ളാന്റെ പക്കൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നവരാരാണ്? നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളോട് നിരന്തരം നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല ഒരു തലമുറ ഉണ്ടായി വരണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ നിന്ന് തിന്മകൾ ഇല്ലാതാകണമെന്ന് കൃത്യമായി ചിന്തിക്കുന്ന, വളരെ സന്മനസ്സോടുകൂടി ആഗ്രഹിക്കുന്ന അത്തരം വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയണ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ അവരാണ് വിജയികൾ. എന്നിട്ട് അവരെ പറ്റിയാണ് അള്ളാഹു തആല 110-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത്, കുന്തും ഖൈറ ഉമ്മത്തുൻ ഉഖ്രിജത്തു ലിന്നാസ്, മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. 3 നിബന്ധനകളാണ് അവരേറ്റവും നല്ല സമൂഹമാണ് എന്ന് അവരെ കുറിച്ച് അള്ളാഹു പറയാൻ അവശേഷിപ്പിച്ച നിബന്ധനകൾ. 3 നിബന്ധനകൾ. ഒന്ന്, തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. 3 കാര്യങ്ങൾ. ഒന്നാമത്തത് സഹോദരങ്ങളെ, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെട്ട ആളാണ് ഞാൻ എന്നതുകൊണ്ട് നമ്മൾ ഈ ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടുമോ? ഒരിക്കലുമില്ല. അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിലാണ് ഞാൻ ഉള്ളത് എന്നത് കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ 3-ാമത്തെ സൂറത്ത് ആല ഇമ്രാനിന്റെ 104-ാമത്തെ ആയത്തിലൂടെയും 3-ാമത്തെ സൂറത്ത് ആല ഇമ്രാനിന്റെ 110-ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു തആല വിശേഷിപ്പിച്ച, റബ്ബ് പഠിപ്പിച്ച ആ ഖൈർ ഉമ്മത്ത്, അതിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടും. എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിബന്ധനകളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട് എങ്കിൽ. അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് ഞാനെന്ന് അവകാശപ്പെട്ടത് കൊണ്ട്, അങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിച്ചത് കൊണ്ട് നമ്മൾ ആ വിഭാഗത്തിലാകൂല. അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ട നിബന്ധന എന്താ? തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയോടുകൂടി, പ്രയാസത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഷയം കൂടിയാണത്. റബ്ബിൽ വിശ്വസിക്കുക, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുക, അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെ എന്തോ ഒരു മോശമായി കാണുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പുതിയ തലമുറ വിശേഷിച്ചും കടന്നു പോകുന്നത്. ഇപ്പോ ഈ അടുത്ത് ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ പറയണം, അവരെ കുട്ടി മോന് ഇപ്പൊ കുറേശ്ശെയായിട്ട് മതനിരാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിസ്കാരം പതുക്കെ ഇങ്ങനെ ഒഴിവാക്കി. പിന്നെ നോമ്പില്ല, ഈ റമളാനിലൊന്നും ഒരൊറ്റ നോമ്പ് പോലും എടുത്തിട്ടില്ല. എന്നാൽ ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഉമ്മാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഉമ്മാന്റെ കണ്ണീര് കാണുമ്പോൾ ഉമ്മാനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്ന് ഉമ്മാക്ക് വേണ്ടി നിസ്കരിച്ച് കാണിച്ചു കൊടുക്കും. പർദ്ദൊക്കെ ഉപയോഗിച്ചിരുന്ന, മാന്യമായി വസ്ത്രം ധരിച്ചിരുന്ന ആ കുട്ടി ഇപ്പൊ പർദ്ദയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ഒരു മതനിരാസ ചിന്തയിലേക്ക്, ദൈവനിഷേധ ചിന്തയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വേറെ കച്ചറകളൊന്നും ഇല്ല കേട്ടോ എന്നാ എന്നോട് പറഞ്ഞ സംസാരത്തിനിടക്ക്. ഞാനിങ്ങനെ ആലോചിച്ചത്, ഏറ്റവും വലിയ കുഫ്റാണ് റബ്ബിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുക എന്നുള്ളത് തന്നെ. അതായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിഴക്കുന്നത് തന്നെ. നമ്മൾ മക്കൾക്ക് ചെറിയ പ്രായത്തിലെ കൃത്യമായ ദീനും ബോധവും അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ, വളർന്നു വരുമ്പോഴും അവർ ദീൻ പഠിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലും ശരിയായ ദീന് പഠിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, ഇന്റർനെറ്റ് ഉപയോഗിച്ചും ഏതെങ്കിലുമൊക്കെ ആളുകളുടെ വീഡിയോകൾ കണ്ടും തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. സഹോദരങ്ങളെ, ഇസ്ലാമിന് ദീന് പഠിക്കുക എന്നുള്ള എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ്. വിജ്ഞാനം നേടുക എന്നത്, ദീന് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലിലും ഫർളായ കാര്യമാണ്. ഓരോരുത്തരും പഠിക്കേണ്ട അറിവുകളുണ്ട് ദീനില്. അത് ഓരോരുത്തരും പഠിച്ചിരിക്കന്നെ വേണം. അത് പണ്ഡിതന്മാര് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് റബ്ബിന്റെ കോടതിയിൽ ഒരാൾക്കും ഒഴിവ് കഴിവ് പറയാൻ പറ്റൂല. നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഇൽമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫരീളത്താണ്, നിർബന്ധമായ കാര്യമാണ്. ഫർളിന്റെ ഹുക്കം എന്താ? ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കുറ്റവുമുള്ള കാര്യം. അതാണ് ഫർള്. അപ്പൊ ദീനിലെ ചില കാര്യങ്ങൾ പഠിക്കുക എന്നത്, അടിസ്ഥാന കാര്യങ്ങൾ അറിയുക എന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ദീൻ പ്രാധാന്യം കൊടുത്ത വിഷയമാണ് എന്തെന്നറിയോ? എവിടെ നിന്നാണ് ആ ദീന് പഠിക്കുന്നത് എന്നുള്ളൂ. പലപ്പോഴും
ദീന് പഠിക്കാൻ എന്ന ആഗ്രഹത്തോടു കൂടി, വളരെ ഇഖ്ലാസുള്ള ചിന്തയോടുകൂടി ആളുകൾ ചെന്ന് പെടുന്നത് തെറ്റായ റൂട്ടിലാണ്. അവർ ഇന്റർനെറ്റ് ഉപയോഗിച്ചും യൂട്യൂബ് ഉപയോഗിച്ചും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ദീന് പഠിക്കാൻ വേണ്ടിയിരിക്കും. പക്ഷേ അവർ തെരഞ്ഞെടുത്ത വഴികൾ ഒരു പക്ഷേ മോശമായ അല്ലെങ്കിൽ ശരിയായ അഹ്ലു സുന്നത്തിന്റെ വഴി ആയിക്കൊള്ളണമെന്നില്ല. ഇസ്ലാമിന്റെ അസ്ലിയായ കാര്യങ്ങളിൽ നിന്ന്, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ യഥാർത്ഥ സലഫി ആശയത്തിൽ നിന്ന് വ്യതിചലനമുണ്ടായിട്ടുള്ള ആളുകളുടെ പ്ലാറ്റ്ഫോമുകളായിരിക്കും, അവരുടെ സംവിധാനങ്ങളായിരിക്കും ദീന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. സ്വാഭാവികമായും അത്തരം വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, അവരുടെ നിരന്തരമായ എഴുത്തുകൾ ഇതിങ്ങനെ വായിച്ചു പോയിട്ട്, അതിങ്ങനെ കേട്ടുപോയിട്ട് തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ദീന് പഠിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ദീന് പഠിക്കാൻ ഏറ്റെടുക്കുന്ന, സ്വീകരിക്കുന്ന വഴിയും. അത് അറിയില്ല എങ്കിൽ, നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അത് അറിവുള്ളവരോട് ചോദിക്കുകയാണ് വേണ്ടത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഖുർആന്റെ 16-ാമത്തെ സൂറത്തുൻ നഹ്ലിന്റെ 43-ാമത്തെ ആയത്താണ്. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ആ കാര്യം നിങ്ങൾ അന്വേഷിക്കുക, അവരോട് ചോദിക്കുക, അവരോട് അറിയാനുള്ള ശ്രമം നടത്തുക എന്ന് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആദ്യം നമുക്കുണ്ടാകേണ്ട വിഷയം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അത് ഏറ്റവും കൂടുതൽ അന്യം നിന്ന് പോകുന്നുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. റബ്ബിന്റെ അസ്തിത്വത്തെക്കുറിച്ച് കുട്ടികളിലേക്ക് കൃത്യമായ അറിവ് സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹിനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തിരിക്കണം. സഹോദരങ്ങളെ, ഇന്ന് യൂട്യൂബ് എടുത്തിട്ട്, ഞാനിന്ന് രാവിലെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു കേട്ടിട്ട് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയതാ ഒരാളുടെ. അപ്പൊ ഞാൻ അയാളുടെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ പരാമർശിക്കണില്ല. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ഒരു മഹാൻ എന്ന് അവകാശപ്പെടുന്ന ഒരാള് CM മടവൂരിന്റെ മദ്ഹ് പറഞ്ഞിട്ട്, ഇല്ലാത്ത കള്ളക്കഥകളും പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ പൊട്ടിസാക്കുക. ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് ഏറ്റെടുക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതെല്ലാം പറഞ്ഞാലും ഇതെല്ലാം ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ജനവിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്തരം ആളുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കള്ളക്കറാമത്തുകൾ പറഞ്ഞ് ജനങ്ങളെ പോക്കറ്റ് അടിക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ട് ഇത് കേട്ടിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് വായിച്ചു നോക്കുമ്പോഴോ അതിനേക്കാൾ ദാരുണമായ അവസ്ഥ. ഇതെന്തോ വലിയ പുണ്യമാക്കപ്പെട്ട കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ താഴെ വലിയ ഹുറുമത്തോടു കൂടി കമന്റ് ചെയ്യുക ആളുകൾ. അപ്പോ ഇങ്ങനെ റബ്ബിനെ വിട്ട്, അള്ളാഹുവിൽ നിന്ന് വിട്ട്, അള്ളാഹുവിന്റെ അടിമകളിലേക്ക് സഹായാർത്ഥനകളും പ്രാർത്ഥനകളുമായി പോകുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്, ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ പൗരോഹിത്യം അങ്ങനെ ജനങ്ങളെ വഴിതെറ്റിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വിദ്വേഷം കൊണ്ടോ പ്രയാസം കൊണ്ടോ ഒന്നുമല്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുമില്ല. നേരെ മറിച്ച് പ്രവാചകന്മാർ മുഴുവൻ നിർവഹിച്ച കാര്യം എന്താ? റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഓരോ പ്രവാചകന്മാർ കടന്നു വന്നപ്പോഴും അവർ കൽപ്പിച്ചു. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ 12-ാമത്തെ സൂറത്ത് യൂസുഫിന്റെ 106-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ജനങ്ങളിൽ അധിക ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അല്ല, വമാ യുക്മിനു അക്സറുഹും ബില്ലാ, ജനങ്ങളിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലാ വഹും മുശ്രികൂൻ, ഷിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് മാത്രം. അപ്പൊ ഒരു ന്യൂനപക്ഷം മാത്രമാണ്, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പ്രവാചകന്മാരെങ്ങനെയാണോ റബ്ബിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചത്, അന്തിമ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത്, അതേ രൂപത്തിൽ തന്നെ റബ്ബിലേക്ക് ഇബാദത്തുകളുമായി പോകുന്ന ആളുകൾ. പക്ഷേ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, റബ്ബിന്റെ പടപ്പുകളോട് സങ്കടം പറയുന്ന, അവരുടെ മദ്ഹുകൾ പറയുകയും അവരോട് ആരാധിക്കാനും അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ, രോഗം മാറിക്കിട്ടും, അസുഖങ്ങൾ മാറിക്കിട്ടും, കടം വീടിക്കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കള്ളക്കറാമത്തുകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളെ പറ്റിച്ച് നടക്കുക, എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക, എന്നിട്ട് അതിലൊരു വലിയ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ഖൈറുമ്മത്തിൽ ഉൾപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് നിശബ്ദനാകാൻ കഴിയുക? അല്ലാഹു തആല പറയുന്നത് എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. ആ വിശ്വാസം അചഞ്ചലമായിരിക്കണം.
പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ റബ്ബിലുള്ള വിശ്വാസത്തെ കൈവടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഏത് സന്ദർഭങ്ങളിലും അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന കാര്യത്തിൽ ആത്മാഭിമാനം ഉണ്ടാകണം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് ഉച്ചസ്ഥൈര്യത്തോടുകൂടി പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവർ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവർ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂതനായി, നബിയായി തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് റബ്ബിലുള്ള വിശ്വാസത്തെ മാറ്റിവെക്കുന്നത്? എങ്ങനെയാണത് മാറ്റിവെക്കാൻ കഴിയുക? അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത പടപ്പുകളിലേക്ക് എങ്ങനെയാണ് അടുക്കാൻ കഴിയുക? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു തആല സൃഷ്ടിച്ചത് തന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ 51-ാമത്തെ സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്താണ്. അപ്പോ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം അത് കൃത്യമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത് ചെറിയ കുട്ടി നമുക്ക് പറഞ്ഞുതരും. ഒന്നാമത്തത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഈ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം. ഈ 6 കാര്യങ്ങളിൽ 5 എണ്ണവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏതുമായിട്ടാണ്? അള്ളാഹുവിലുള്ള വിശ്വാസവുമായിട്ടാണ്. ആദ്യം പറഞ്ഞത് എന്താ? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. പിന്നെ പറയുന്നത് വൽ മലായികത്ത് വൽ കുതുബ് എന്നല്ല, വമലായികതിഹി, അവന്റെ മലക്കുകളിൽ, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, അവന്റെ പ്രവാചകന്മാരിൽ, അവൻ സംവിധാനിച്ച പരലോകത്തിൽ, നന്മയും തിന്മയും അവനിൽ നിന്നാണെന്നുള്ള വിധിയുടെ വിശ്വാസത്തിൽ. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അത് റബ്ബുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകുമ്പോൾ മാത്രമാണ് തുടർന്നു വരുന്ന ബാക്കി എല്ലാം ശരിയാകുന്നത്. ആ വിശ്വാസം കൃത്യമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും, ഒരു സന്ദർഭത്തിലും അള്ളാഹു അല്ലാത്ത ഒരാളോടും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. പ്രാർത്ഥന റബ്ബിനോട് മാത്രമായിരിക്കും. അതാരുടെ മുമ്പിലും ഞാൻ പ്രഖ്യാപിക്കും. അതെന്റെ കുടുംബത്തിൽ ഇനി എന്ത് തരത്തിലുള്ള അസുഖങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പരിവട്ടങ്ങളും വന്നാലും ശരി, അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിലും ഞാൻ തലകുനിക്കുകയില്ല. റബ്ബല്ലാത്ത ഒരാളോടും ഞാൻ തേടുകയില്ല. എന്റെ തേട്ടം മുഴുവൻ റബ്ബിനോട് മാത്രമായിരിക്കും എന്ന് പ്രഖ്യാപിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു എന്നത് എത്രത്തോളം വലിയ സത്യമാണോ അതിനേക്കാൾ വലിയ സത്യമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന സത്യം. ആ സത്യത്തെ നിഷേധിക്കാനാണ് ഇന്ന് യാഥാസ്ഥികരെന്ന് ഇന്ന് പുരോഗമനത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തോ വലിയ പുരോഗമനമാണെന്ന് വിചാരിച്ച് ശാസ്ത്ര ചിന്തയുള്ളവരാണ് നമ്മളെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവരായി നമ്മൾ മാറുക. രണ്ടാമത്തെ ഒരു സൽഗുണമായിട്ട് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത് എന്താണ്? ഖൈർ ഉമ്മത്തിന്റെ സവിശേഷതയായിട്ട്, പ്രത്യേകതയായിട്ട് പഠിപ്പിച്ചത് അവർ നന്മ കൽപ്പിക്കുന്നവരായിരിക്കും. ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭങ്ങളിലും നന്മ കൽപ്പിക്കുന്നവരായി നമ്മൾ മാറണം. ഖൈർ ഉമ്മത്ത് ആരാണ് എന്ന് മഹാനായ ഇമാം നാസിറുസ് സഅദി, അബ്ദുറഹ്മാൻ നാസിറുസ് സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറുസ് സഅദിയിൽ വിശദീകരിക്കുന്നുണ്ട്. വഹാദിഹി ത്വായിഫത്തുൽ മുസ്തഇദ്ദത്തു ലിദ്ദഅവതി ഇലൽ ഖൈർ വൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ ഹും ഹവാസുൽ മുഅ്മിനീൻ. നാസിറുസ് സഅദി റഹിമഹുല്ല പറയാണ്, ഈ വിഭാഗം എന്നത്, ഖൈറു ഉമ്മത്തി എന്നത് നന്മയിലേക്ക് ക്ഷണിക്കാനും നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും തയ്യാറായ ഒരു വിഭാഗമായിരിക്കും. അവർ വിശ്വാസികളിലെ പ്രത്യേകമായ ഒരു വിഭാഗമാകുന്നു എന്ന് നാസിറുസ് സഅദി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടേയിരിക്കണമെന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഖൈർ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മേന്മയിൽ ഒന്നാണ് നന്മ ജനങ്ങളോട് ഉപദേശിക്കുക എന്നത്. എല്ലാവരോടും ഗുണകാംക്ഷ ഉണ്ടായിരിക്കേണ്ടവനാകണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. എല്ലാവരോടും ഗുണകാംക്ഷ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ, മതം എന്ന് പറയുന്നത് തന്നെ ഗുണകാംക്ഷയാണ്. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, ലിമൻ, ആരോടാണ് പ്രവാചകരെ ഗുണകാംക്ഷ ഉണ്ടാകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം, അള്ളാഹുവിനോട്, അവന്റെ റസൂലിനോട്, മുസ്ലിങ്ങളിലെ നേതാക്കളോടും പൊതുജനങ്ങളോടും ഗുണകാംക്ഷ ഉണ്ടായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നന്മ ഉപദേശിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ കൽപ്പനയുണ്ട്. മുറൂ ബിൽ മഅറൂഫ്,
നിങ്ങൾ നന്മ ഉപദേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ നിരന്തരം നന്മ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. ഖുർആന്റെ 20-ാമത്തെ സൂറത്ത് തോഹയിലെ 132-ാമത്തെ ആയത്താണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തോട് നീ നമസ്കാരത്തെ തൊട്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, അതിൽ ക്ഷമാപൂർവം നിലകൊള്ളുകയും ചെയ്യുക. ഇന്ന് മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന തന്നെ രക്ഷിതാക്കൾക്ക് പേടിയാണ്. പറയാൻ തന്നെ ചിലപ്പോൾ കുറേ പറഞ്ഞ് മനസ്സ് മടുത്തിട്ട് അവസാനം ആ പറച്ചിൽ നിർത്തും. കാരണം ഇപ്പോൾ അധ്യാപകരായിരിക്കും, നമുക്കറിയാം, കുറേ പാരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ പറയുന്നത് നല്ല കാര്യം തന്നെ, ഒരു പ്രശ്നവുമില്ല, പക്ഷെ എന്താ ചെയ്യുക, നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്ന് അങ്ങനെ ഒരു അവസ്ഥ. കുറേ മൊബൈൽമ കളിച്ച് അങ്ങനെ നിൽക്കും. നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയും, ഇപ്പം നിസ്കരിക്കാന്ന് പറയും. പിന്നെ അതങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകും. പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങും. എന്നിട്ട് ആ സമയം തെറ്റിക്കും. ഒരു കാര്യവുമില്ലാതെ നിസ്കാരം വൈകിപ്പിക്കുക. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ചിലപ്പോൾ വന്നിട്ട് പറയും, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടിട്ടോ, ക്ലാസ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടി എന്നൊക്കെ ചില ടീച്ചേഴ്സിനോട് പറയും. കാരണം രക്ഷിതാക്കൾക്ക് വീട്ടിൽ നിന്ന് പറയാൻ പറ്റണില്ല, പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളിടത്തെത്തി. അപ്പോൾ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കൽ എന്താ, എന്തിനാണ് ഉമ്മാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണത്? ആ നേരാകുമ്പോൾ നമ്മൾ ആ ഫോണൊക്കെ മാറ്റി വെച്ച് കമ്പ്യൂട്ടറൊക്കെ മാറ്റി വെച്ച് പോയി നിസ്കരിച്ചാൽ പോരെ? എന്തിനാണ് ഇതിങ്ങനെ നിരന്തരം പറയിപ്പിക്കണത്? എന്നത് ഉമ്മാരെയും ഇപ്പാരെയും മനസ്സിൽ നമുക്കൊരു വെറുപ്പുണ്ടാവുക, ഒരു സ്ഥാനം ഇല്ലാതാവുക. ആ നേരാകുമ്പോൾ പോയി നമ്മൾ തന്നെ സ്വയം ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ബാക്കി തിരക്കൊക്കെ മാറ്റി വെച്ച് കളിക്കുന്നിടത്തു നിന്നൊക്കെ വന്ന് നിസ്കാരത്തിന്റെ നേരാകുമ്പോൾ പോയി നിസ്കരിച്ച് വരുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ കാര്യത്തിൽ എത്ര തൃപ്തി ഉണ്ടാവും? അല്ലാഹു തആല നമ്മളെ കാര്യത്തിൽ എത്ര തൃപ്തിപ്പെടും? അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. അപ്പോൾ നന്മ കൽപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും ഇന്ന് രക്ഷിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ പേടിയുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഒരു കാര്യം ഉപദേശിക്കാൻ വയ്യ, ഉപദേശിച്ചാൽ തന്നെ തന്തവൈബ് എന്നുള്ള മുദ്ര കുത്തപ്പെടും. വാപ്പാര് എന്തെങ്കിലും നന്മ പറഞ്ഞു കൊടുത്താൽ, ഉമ്മാരെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ, നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ നമ്മളെന്തോ മോശക്കാരായി. കുട്ടികളോട് ഒരു കാര്യം പറ്റൂല, പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കരുത്. ആ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സ്കൂളിൽ ടീച്ചേഴ്സിന് ഒരു കാര്യം കുട്ടികളോട് തുറന്നു പറയാൻ വയ്യ. ഒരു ടീച്ചർ പങ്കുവെച്ച ഒരു പ്രശ്നമാണ്. ഒരു +2 ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ക്ലാസ് റൂമിൽ നിന്ന് ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം ക്ലാസ് റൂമിൽ നിന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുണ്ടായി. അത് ഈ ടീച്ചർ കണ്ടപ്പോൾ ഉടനെ തന്നെ ഓടിച്ചെന്നിട്ട് സ്റ്റാഫ് റൂമിൽ ഷെയർ ചെയ്തത്. അപ്പോൾ സ്റ്റാഫ് റൂമിൽ എല്ലാ ടീച്ചേഴ്സും ഐക്യകണ്ഠേന തീരുമാനിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഇത് PTA മീറ്റിംഗ് വിളിച്ചിട്ട് കാര്യമായിട്ട് പറയണം, ഈ കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റൂല. അത്രയും മോശം കാര്യമായപ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് ഈ ടീച്ചറെ അടുത്ത് പറയണത്, നിങ്ങൾ വല്ലാതെ ഓവറാക്കണ്ട, ഞാൻ അവിടെ കെട്ടിത്തൂങ്ങും, ഞാനവിടെ സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും, എന്നിട്ട് നിങ്ങളെ പേര് എഴുതി വെക്കുന്നു. ഇത് പുറത്തെത്തിയാൽ, ഇത് ടീച്ചേഴ്സിന്റെ ഇടയിലോ രക്ഷിതാക്കളുടെ ഇടയിലോ ചർച്ച ചെയ്താൽ ഞാൻ കെട്ടിത്തൂങ്ങും, എന്നിട്ട് നിങ്ങളെ പേര് എഴുതി വെക്കുന്നു. നിസ്സാരമായ കാര്യത്തോടെയാണ് കുട്ടി കാണുന്നത്. ഇതിനെ ഇത്രേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ ഇതിനൊക്കെ എത്രത്തോളം ലാഘവത്തോടെയാണ് കാണുന്നത് നോക്കൂ. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു കുട്ടീനോട് ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ വയ്യ, ഒരു തിന്മ വിരോധിക്കാൻ വയ്യ, പൊതുസമൂഹത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ വയ്യ. കാരണം എന്താ, നന്മ പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ മുദ്ര കുത്തപ്പെടുക, മാറ്റി നിർത്തപ്പെടുക, എന്തോ ഒരു യാഥാസ്ഥികരായിട്ട് അല്ലെങ്കിൽ ഒരു മോശം ആളുകളായിട്ട്. നേരെ മറിച്ച് ഒരു സമൂഹത്തിൽ നിന്നൊരു തിന്മ ഇല്ലാതാകണം, ഒരു നന്മ അവിടെ സ്ഥാപിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കൂല. അപ്പോഴല്ലേ നല്ലൊരു സമുദായം, ഒരു തലമുറ ഉണ്ടായി വരുള്ളൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ നന്മ കൽപ്പിക്കണം എന്ന് പറഞ്ഞ് അതേ പ്രാധാന്യത്തോടെ പഠിപ്പിച്ച കാര്യമാണ് തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഅയ്യിർഹു ബിയദിഹി. നിങ്ങളൊരു തിന്മ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് നിങ്ങളുടെ കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി. കൈകൊണ്ട് തടയാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നാവ് കൊണ്ട് അതിനെ പറഞ്ഞെതിർക്കണം. നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കണം എന്നാണ്. എല്ലാ തിന്മകളും കാണുമ്പോൾ ഹൃദയം കൊണ്ട് വെറുത്താൽ മാത്രം പോരെ എന്നല്ല ചിന്തിക്കേണ്ടത്. ആദ്യം പറഞ്ഞ കാര്യം എന്താ, കൈകൊണ്ട് എതിർക്കന്നെ വേണം. കൈകൊണ്ട് എതിർക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നാവ് കൊണ്ട് എതിർക്കേണ്ടതുള്ളൂ. നാവ് കൊണ്ട് എതിർക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യണം എന്നാ. ഹൃദയം കൊണ്ട് അതിനെ വെറുക്കെങ്കിലും ചെയ്യണം. എല്ലാ തിന്മകളെയും ഹൃദയം കൊണ്ട് വെറുത്താൽ മതി എന്നല്ല. എന്നിട്ട് ഈ ഹദീസിന്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, ദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ അംശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖൈർ ഉമ്മത്തിൽ നമുക്ക് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3 സവിശേഷ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അത് അചഞ്ചലമായിരിക്കണം. ഷിർക്കിന്റെ ഒരു അംശം പോലും എൻ്റെ വിശ്വാസത്തിൽ കലരുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും അത് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനും തൗഹീദിനു വേണ്ടി നിലകൊള്ളാനും അങ്ങനെ യഥാർത്ഥ മുവഹിദായി മരിക്കാനും നമുക്ക് കഴിയണം.
രണ്ടാമത്തെ ഒരു കാര്യം, നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ അള്ളാഹു തആല പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായ ഈ ശ്രേഷ്ഠമായ ഖൈറുമ്മത്ത്, ആ ഖൈറുമ്മത്തിൽ നമ്മളും ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഞാൻ മാറിയിരിക്കേണ്ടതുണ്ട്, കുറേ ദിവസമായല്ലോ ഒന്ന് അള്ളാന്റെ മുമ്പിൽ ഇരുന്നിട്ട് കൈകൾ ഉയർത്തി തേടിയിട്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോളൂ, എന്തോ ഒരു തൗഫീഖ് നമ്മളെ തൊട്ട് ഇല്ലാതാകുന്നുണ്ട്. റബ്ബിന്റെ ഒരു പ്രത്യേകമായ തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണമെന്നും അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയണമെന്നും തൗബ ചെയ്യണമെന്നും ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു തആല ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം സമയം കണ്ടെത്തിയിട്ട് സാഹചര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളിൽ അങ്ങനെ, കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിനു മാത്രം ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും. ഇനി അതിൻ്റെ ലഫ്ലുകളൊന്നും, അറബി അക്ഷരങ്ങളൊന്നും പോലും നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ റബ്ബിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കാം. നമ്മളെ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ പ്രാർത്ഥനകളുണ്ട്, അത് പഠിക്കുക തന്നെ വേണം. ഇവിടെ പലപ്പോഴും ചില ആളുകൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ആവശ്യപ്പെടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ചിലവർ ആവശ്യപ്പെടാറില്ല, ചിലവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാണുമ്പോഴെല്ലാം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യട്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട്, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യം അത് അനുവദനീയമായ ഒരു കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർണി ഗോത്രത്തിൽപ്പെട്ട ഒരു കുട്ടിയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കർണി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു കുട്ടിയെക്കുറിച്ച്. ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ പാണ്ടുണ്ടായിരിക്കും. ആ കുട്ടിയെ അടയാളാണ് റസൂലുള്ളാഹി പറയുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ ഫുള്ള് പാണ്ടുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ ആ പാണ്ട് പിന്നീട് മാറിയിട്ട് ഒരു ദിർഹമിന്റെ വട്ടത്തിൽ മാത്രം ആ പാണ്ട് ബാക്കി നിൽക്കും. ബാക്കി ശരീരത്തിലെ പാണ്ടുകളൊക്കെ മാറിപ്പോകുന്നതാണ്. അങ്ങനെ കർണി ഗോത്രത്തിൽപ്പെട്ട ഈ ഒരു കുട്ടി ഉവൈസ് ബിൻ ആമിർ അൽ കർണി എന്നാണ് ആ കുട്ടിയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ആ കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ ആ കുട്ടിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇതാ കർണി ഗോത്രത്തിൽപ്പെട്ട ആ കുട്ടിയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ ആ കുട്ടിയോട് ചോദിച്ചു, സ്ഥിരപ്പെടുത്തി, ഉറപ്പുവരുത്തി. അങ്ങനെ ആ കുട്ടിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ആ കുട്ടി ചോദിക്കണം, അമീറുൽ മുഅ്മിനീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരു മഹാനാണ് നിങ്ങൾ, മുഅ്മിനീങ്ങളുടെ നേതാവ് എന്നാണ് നിങ്ങളെ പറ്റി പറയില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേ. അപ്പോ ആ കുട്ടിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയണം, നിന്നെ കണ്ടുമുട്ടിയാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അദ്ദേഹത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ തൗഫീഖ്, ഈ ഒരു പദവി ലഭിക്കുന്നു എന്ന് ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്രന്ഥങ്ങളിൽ കാണാം, ആ കുട്ടി മാതാപിതാക്കളുടെ തൃപ്തി നേടിയെടുത്ത നല്ലൊരു മോനാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ആവശ്യപ്പെടുക എന്നത് അനുവദനീയമായ ഒരു കാര്യമാണ് എന്ന് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. സഫ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഷാമിലെത്തി അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടില്ല. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഷാമിലെത്തി അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് അന്വേഷിച്ച് നടന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. അപ്പോ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ, അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ, അവരെ അവിടെ വെച്ച് കണ്ടു. അപ്പൊ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനോട് അവര് ചോദിച്ചു, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ടോ എന്ന്.
സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾക്ക് ഖൈറിനായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളോട് ആവശ്യപ്പെടുക എന്നത് അനുവദനീയമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും സ്വന്തം കാര്യത്തിൽ അത് പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി അതൊരിക്കലും ശരിയല്ല. ചില ആളുകളുണ്ട്, അവര് മറ്റുള്ളവരെ കാണുമ്പോൾ അവരോടുള്ള ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മളെ കാര്യം അള്ളാഹിനോട് പറയണട്ടോ എന്നൊക്കെ പറയാം. പക്ഷെ ഈ പറഞ്ഞേൽപ്പിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അവർ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയോ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥനയിൽ നിരതരാവുകയോ ഒന്നും ചെയ്യാറില്ല. ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ റഹിമഹുല്ല ഈ അടുത്ത് മരണപ്പെട്ടു പോയ പ്രഗത്ഭനായ മദീനയിലെ മസ്ജിദുൻ നബവിയിലെ, മദീനയിൽ തന്നെ മുഹദ്ദിസുൽ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. കണ്ണ് കാണാനൊന്നും കഴിയില്ല, പക്ഷെ വലിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ റഹിമഹുല്ല. അദ്ദേഹം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ള ഒരാളുടെ ആവശ്യപ്പെടുന്നത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതുമാണ് ഒരാൾക്ക് ഏറ്റവും നല്ലത്. ബാക്കിയുള്ളവരോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് നടക്കാതെ അയാളുടെ കാര്യം തന്നെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അയാളുടെ കാര്യം തന്നെ അയാൾ നിരന്തരം റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അള്ളാഹുവുമായിട്ടുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും സ്വയം പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകരുത് നമ്മൾ. അള്ളാഹുവിന്റെ വാതിൽ ഒരു മറയുമില്ലാതെ മലക്കെ തുറന്നു കിടക്കുകയാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്ന കാര്യം അത് അനുവദനീയമാണെങ്കിലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നിങ്ങനെ മറ്റുള്ളവരോട് യാചിച്ച് നടക്കുക എന്നത് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദുആ വസിയത്ത് നിഷിദ്ധമാകുന്ന മേഖലകളുണ്ട്. മറ്റുള്ളവരോട് ദുആ വസിയത്തായി ഏൽപ്പിക്കുമല്ലോ, അത് നിഷിദ്ധമാകുന്ന മേഖലകളുണ്ട്. അത് ആരോടൊക്കെയാണ്? ഒന്ന്, ആരോടാണോ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് അയാളോടുള്ള ഒരു പ്രത്യേകമായ ആദരവും ബഹുമാനവും. പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചയാളോട് പരിധി വിട്ട ആദരവും ബഹുമാനവും, പ്രാർത്ഥിച്ചയാൾക്കാകട്ടെ തന്നെക്കുറിച്ച് സ്വയം മഹത്വവും തോന്നൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ദുആ വസിയത്ത് നിഷിദ്ധമാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരാളോട് വസിയത്തായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് തന്നെ സ്വയം തോന്നാം, ആരാണോ നമ്മൾ ഏൽപ്പിക്കുന്നത് അയാൾക്ക് എന്തോ ഒരു പ്രത്യേക ബഹുമാനം തോന്നുകയാണ് എന്നെ അയാളെ ഏൽപ്പിച്ചാൽ. ഇത്തരം ഒരു ബഹുമതിയും ബഹുമാനവും അങ്ങനെ ഒരു ചിന്തയും, ഞാൻ എന്തോ വലിയൊരാളായി എന്നുള്ളൊരു ചിന്തയും അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഏൽപ്പിക്കൽ നല്ലതല്ല. ഇനി നമ്മളൊരാളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അയാളെ വസിയത്ത് ഏൽപ്പിച്ചു, അയാളെ നമ്മളിങ്ങനെ കാണുമ്പോൾ അയാളോടൊരു പ്രത്യേകമായ ആദരവ്, അയാളോടൊരു പ്രത്യേകമായ ബഹുമാനം, ഒരു മഹത്വം തോന്നുക, ഇതും ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന അനുവദനീയമായ കാര്യം നമ്മുടെ കാര്യത്തിൽ നിഷിദ്ധമായി മാറും എന്നുള്ളതാണ്. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, സ്വന്തത്തിനു വേണ്ടി ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാതെ തന്നെ സ്വയം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമായിട്ടുള്ള ശക്തമായ ബന്ധം നിലനിർത്താൻ കാരണമാകും എന്നുള്ളതാണ്. അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറഞ്ഞത് അത് തവക്കുലിന്റെ, തൗഹീദിന്റെ ഉന്നതമായ അവസ്ഥകളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, കുട്ടി, നിനക്ക് വേണ്ടി ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? യാ ഉലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അവന്റെ മുമ്പിൽ, നിന്റെ മുന്നിൽ അവനെ കാണാവുന്നതാണ്. നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നീ അറിയണം, ഒരു സമൂഹം നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്കത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നിനക്കൊരിക്കലും
ഒരിക്കലും ആ ഉപകാരം ലഭിക്കുകയില്ല. നീ അറിയുക, നിനക്കൊരു ഉപദ്രവം വരുത്താൻ വേണ്ടി ലോകം മുഴുവൻ നിനക്കെതിരെ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ആ ഉപദ്രവം നിനക്ക് വരണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്കത് സംഭവിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള പരിപൂർണമായ ഭരമേൽപ്പിക്കൽ, തവക്കുൽ, അതുള്ള ഒരാളായി നമ്മൾ മാറണം. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്, ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആളുകളോട് പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുന്ന ഘട്ടങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണത്. അവരോട് പോയിട്ട് പ്രത്യേകമായ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ കുടുംബത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് വസിയത്തായി ഏൽപ്പിക്കാം. അതിലേൽപ്പിക്കുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമതായി പണ്ഡിതന്മാർ പഠിപ്പിച്ച ചില നിബന്ധനകളോട് കൂടിയിട്ടുള്ള ഏൽപ്പിക്കൽ അത് അനുവദനീയമാണ്. പക്ഷേ മറ്റുള്ള ചിന്തകൾ എന്തെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പാടില്ലാത്തതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് അവരെ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ഏൽപ്പിക്കാം. ഏറ്റവും നല്ലത് എന്താണ്? ബാക്കിയുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് യാചിച്ച് നടക്കുന്നതിനപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കിട്ടുന്ന പരമാവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പരമാവധി എപ്പോഴൊക്കെ യാത്രയിലാകട്ടെ അല്ലാതാകട്ടെ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബിനോട് നിരന്തരം കാര്യങ്ങൾ പറയുക. അപ്പം നമുക്ക് അള്ളാഹുമായിട്ടുള്ള വല്ലാത്ത ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അതിലൂടെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാനും നമ്മൾ ചെയ്തു പോയ വീഴ്ചകൾ, നമ്മളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരാനുമുള്ള ഒരവസ്ഥയുണ്ടാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയുമായി നാം ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യത എല്ലാം അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസ്സാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫിലസ്തീനിലും മറ്റു രാജ്യങ്ങളിലും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതക്ക് നിർഭയത്വം നൽകി ആ നാട്ടിൽ നിർഭയത്വത്തോടു കൂടി ആ നാട്ടിൽ നിലകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.